കേരള സിലബസ് ക്ലാസ് 9 മാത്സ് ചാപ്റ്റർ 12 prisms. First question. The base of a prism is an equilateral triangle of perimeter 18 cm and its height is 5 cm. Calculate its volume. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വലായിട്ടുള്ള ട്രയാങ്കിളിനെയാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ സൈഡ്സ്, അതായത് വശങ്ങളുടെ എല്ലാ ആകെ നീളത്തിനെയാണ് നമ്മൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവെന്ന് പറയുന്നത്. അപ്പോൾ 3 സൈഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 18 കിട്ടുമെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു സൈഡ് എ ആണെങ്കിൽ എ പ്ലസ് എ 3a is equal to 18 cm. അതിൽ നിന്ന് എ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ 3a എന്ന് പറഞ്ഞാൽ 3 into a എന്നാണ്. അതായത് മൾട്ടിപ്ലിക്കേഷനാണ്. ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ ഡിവിഷനിലോട്ട് പോകും. 18/3 is equal to 6. 3a is equal to 18 cm ആണെങ്കിൽ എ കണ്ടുപിടിക്കാൻ 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ലെഫ്റ്റ് സൈഡിലെ മൾട്ടിപ്ലിക്കേഷൻ റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ ഡിവിഷനിലോട്ട് പോകും. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷനിലോട്ട് പോകും. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പ്ലസ് മൈനസ് ആകും. ലെഫ്റ്റ് റൈറ്റ് വരുമ്പം മൈനസ് പ്ലസ് ആകും. ഹൈറ്റ് 5 cm തന്നിട്ടുണ്ട്. ഇനിയും ബേസ് ഏരിയ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √3a²/4. √3 നമുക്കറിയാം. എ നമ്മൾ കണ്ടുപിടിച്ചു. 18നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 6 എന്നൊരു സൈഡ് കിട്ടി. അപ്പോൾ √3 6/4. √3 × 6 × 6 36/4. 4ഉം 36ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 9 √3 cm². 4 9s are 36. വോളിയം കാണാൻ ഏതൊരു പ്രിസത്തിൻ്റെയും ഏതൊരു രൂപത്തിൻ്റെയും വോളിയം കാണാൻ ബേസ് ഏരിയയെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് √3a²/4. അത് കണ്ടുപിടിച്ചിട്ടുണ്ട് 9 √3 cm². ആ 9 √3 cm²നെ അതിൻ്റെ ഹൈറ്റായ 5 cm കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വോളിയം കിട്ടും. 9 × 5 45. √3 ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അതേപോലെ എഴുതി വയ്ക്കുന്നു. cm³ യൂണിറ്റ് എഴുതുന്നു.